ചട്ടിയിലുള്ള മീൻ എന്നെയും കണ്ണും തള്ളിക്കൊണ്ട് കിടക്കുകയാണ്. ഇവളെന്നെ എന്താ വെട്ടാത്തതെന്ന് ഞാൻ അങ്ങനെ കത്രികയ്ക്കല്ല പിച്ചാത്തിക്കൊക്കെ നല്ലപോലെ അങ്ങോട്ട് മൂർച്ചയിട്ടിട്ട് അങ്ങോട്ട് ലൈറ്റൊക്കെ ഇട്ട് ലൈറ്റ് ഇടാൻ എന്തൊക്കെയാണ് ഞാൻ വെട്ടത്തില്ല. അന്ന് എൻ്റെ കൈ മുറിഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഇടാൻ വെട്ടുന്ന ഒരു പരിപാടിയില്ല. നിങ്ങൾ ഈ മീൻ കണ്ടിക്കുന്ന സ്പീഡ് കണ്ടിട്ടു ഇവൾ ഭയങ്കര പുള്ളിയാണല്ലോ എന്ന് വിചാരിക്കരുത്. ഞാൻ സ്പീഡ് കൂട്ടി എഡിറ്റ് ചെയ്തതാണ് ഗൈസ്. എനിക്ക് മീൻ കണ്ടിക്കുന്ന ഇത്തിരി സ്ലോ ആണ്. പിന്നെ താണ്ട ആ ഒരു കുഴലിനകത്ത് അമ്മ പറഞ്ഞിട്ടുണ്ട് ഈ മീനിൻ്റെ തലയെല്ലാം കൊണ്ടിടണം, അപ്പോൾ അത് നല്ലൊരു വളമാവും എന്ന് പറഞ്ഞു. അങ്ങനെ വളത്തിന് വേണ്ടി ഞാൻ അതൊക്കെ ചെയ്യും കേട്ടാ, അമ്മ പറഞ്ഞുകൊണ്ട് മാത്രം. അങ്ങനെ താണ്ട മീനൊക്കെ ഇങ്ങനെ വരയുന്ന കണ്ടിട്ട് നിങ്ങൾ ദൈവമേ ഈശ്വര എന്നെ ഒരു ഹോട്ടൽസും പൊക്കിക്കൊണ്ട് പോവല്ലേ ഈശ്വര. അങ്ങനെ താണ്ട ചട്ടിക്കകത്ത് ഞാനെല്ലാം മുളകും എല്ലാം പുരട്ടിയിട്ട് അതിനകത്തോട്ട് വറുക്കാനിട്ട്. ഈ മീൻ വലിയ എനിക്ക് ഇഷ്ടമല്ല, ഭയങ്കര മുള്ളാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കൊണ്ടുവന്ന അന്ന് തന്നെ ഇത് കറിയും വെച്ച് പൊരിച്ചു അങ്ങ് തീർക്കാമെന്ന്. അങ്ങനെ എന്തൊക്കെയായാലും ചട്ടി വെച്ച് അതിനകത്ത് സാധനങ്ങളെല്ലാം ഇട്ട് പിന്നെ താണ്ട് അരപ്പ് ഞാൻ ഒഴിക്കുന്നത് വെച്ചാൽ നമ്മളെ മുളകും മല്ലിയും കൂടെ ചൂടാക്കിയതിന് ശേഷമേ ഞാൻ മുളക് കറി ഉണ്ടാക്കാറുള്ളൂ, അല്ലാതെ എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടെ. പിന്നെ വടക്കംപുളി ഇല്ലാത്ത ഒരു പരിപാടി പോലും നമുക്കില്ല, എല്ലാത്തിനും വടക്കംപുളി ഇടും. അത് പ്രത്യേകിച്ച് ഈ കറിക്ക്. നമ്മൾ തേങ്ങാക്കറി വെക്കുമ്പോഴത്തേക്കും തേങ്ങാക്കറിയിൽ ഞാൻ മാങ്ങ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. മുളക് കറിയിൽ നമ്മളെ വടക്കം പുളിയും പിന്നെ ദാണ്ട് ഈ തോരൻ വെച്ചിട്ട് തലേന്നത്തെ മോരുണ്ടായിരുന്നു, പിന്നെ ചോറ് വെച്ച്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.